അക്ഷര മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി മനോഹരമായ ചോദ്യമുള്ള വിസ്മയ വിവാദം, കവിയെ വിസ്മയിപ്പിക്കുന്ന വിവാദം എന്താണെന്ന് വെച്ചാൽ, ഭൂമിയിൽ കുരുക്കുന്ന കറുകയുടെ നെറുകയിലെ, കറുക എന്ന് പറയുന്നത് ഒരു ഇരുവശവും വാള് പോലെയുള്ള ഒരു പുൽച്ചെടിയാണ്, വളരെ ഉയരത്തിൽ വളർന്നു നിൽക്കുന്നത്. അത് മൈതാനങ്ങളിലൊക്കെ ഇപ്പോൾ നോക്കിയാലും കാണാൻ. അപ്പോൾ ആ കറുക വാള് പോലെ ഉയർന്ന് വളഞ്ഞു നിൽക്കുന്ന ആ ഇലത്തുമ്പുകളിലെല്ലാം ഓരോ മഞ്ഞ് കണങ്ങൾ പ്രഭാതത്തിൽ കാണും, വെള്ളത്തുള്ളികൾ നിൽക്കുന്നതാണ്. ആ കറുകയുടെ നെറുകയിലെ മഞ്ഞു തുള്ളിയിൽ പോലും പ്രഭാതത്തിൽ ഒരു സൂര്യകിരണം പിറക്കുന്നു. സർവ്വചരാചരങ്ങളിൽ സൂര്യ സാന്നിധ്യം ഉണ്ടെന്ന് കാണിക്കാനാണ് ഈ ഭാഗം പറയുന്നത്. അപ്പം ഭൂമിയിൽ കുരുക്കുന്ന കറുകയുടെ നെറുകയിലെ മഞ്ഞു തുള്ളിയിൽ പോലും ഒരു കുഞ്ഞു സൂര്യനുണ്ട്, സർവ്വചരാചരങ്ങളിലും സൂര്യ സാന്നിധ്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ഭാഗം. അത് ചോദ്യം എന്താണ്? കവിയുടെ വിസ്മയ വിവാദം എന്താണ്? കവിയെ വിസ്മയിപ്പിക്കുന്ന കാഴ്ച എന്താണ്? അടുത്തത്, ചിറകുകളിൽ സംഗീതമുള്ള കളഹംസമാണ് ഭൂമി. അതായത് പറക്കുമ്പോൾ സംഗീതം പൊഴിക്കുന്ന ഒരു പക്ഷി സങ്കല്പം, കവിതാ സങ്കല്പങ്ങളാണ്. ആ ചിറകുകളിൽ സംഗീതമുള്ള കളഹംസമാണ് ഭൂമി. അതിന് താഴെ ജീവിക്കാൻ കഴിഞ്ഞതിൽ, അവിടെ വാഴാൻ ജീവിക്കാൻ കഴിഞ്ഞതിൽ, അവിടെ എഴുതാൻ കഴിഞ്ഞതിൽ, ആ ഭാഷ സംസാരിക്കാൻ കഴിഞ്ഞതിൽ കവി ആഹ്ലാദം കൊള്ളും. മാണിക്യവീണയിലും ഏതാണ്ട് സെയിം ആശയം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ചിറകുകളിൽ സംഗീതമുള്ള കളഹംസമാണ് ഭൂമി, അവിടെ വാഴാൻ കഴിഞ്ഞാൽ കവി അഭിമാനം കൊള്ളുന്നു. ആ സത്യമാണ് ഇപ്പോൾ പറയുന്നത്. ആ സത്യം കെട്ടുപോകട്ടെ എന്ന് കവി പറയാൻ കാരണം, ഭൂമി മരിക്കാൻ പോകുന്നു. ഭൂമി മരിച്ചിട്ട് ഈ സത്യത്തെ കെട്ടിപ്പിടിച്ചൊരു കാര്യമുണ്ട്. ഭൂമിയിൽ വാഴാൻ കഴിഞ്ഞാൽ അഭിമാനം കൊള്ളുന്ന കവിക്ക് ഭൂമിയുടെ നഷ്ടം സഹിക്കാനാവുന്നതല്ല, ഭൂമിയുടെ മരണം സഹിക്കാനാവുന്നതല്ല. അതുകൊണ്ട് കവി പറയുന്നു ആ സത്യവും കെട്ടുപോകട്ടെ. അപ്പോൾ ചോദ്യം രണ്ടെണ്ണം ഉണ്ടായത്, ചിറകുകളിൽ സംഗീതമുള്ള കളഹംസമാണ് ഭൂമി, അവിടെ വാഴാൻ കഴിഞ്ഞാൽ കവി അഭിമാനം കൊള്ളുന്നു. രണ്ട്, ആ സത്യവും കെട്ടുപോകട്ടെ എന്ന് കവി പറയുന്നത് പിന്നെ ഭൂമി, അതായത് ഇവിടെ പറയുന്നുണ്ട്, ഭൂമിയുടെ അമൃത സമാനമായ ജീവിതത്തെ മൃതിയുടെ ബലിക്കാക്ക കൊത്തിയിരിക്കുന്നു. കണ്ടോ? ഇനി അതുകൊണ്ട് എനിക്ക് മാത്രമായി ആ സത്യത്തിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ കവി നൽകുന്ന മുന്നറിയിപ്പ്, ഭൂമരണം സംഭവിക്കാതിരിക്കാൻ വിനാശകരമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്ന മനുഷ്യരോട് നിന്റെ സ്വാർത്ഥത വെടിയണമെന്ന സന്ദേശം ഇതിനകത്തുണ്ട്. ഇനി എങ്ങനെയാണ് ഭൂമിയുടെ മരണം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ തീരുകയാണ്, ഭൂമിയാകുന്ന അമൃതം മൃതിയുടെ ബലിക്കാക്ക കൊത്തി. ഞാൻ മുമ്പേ പറഞ്ഞു, ഭൂമിയാകുന്ന മൃതിയുടെ ബലിക്കാക്ക കൊത്തി കഴിഞ്ഞിരിക്കുന്നു. സൗരമണ്ഡലത്തിൻ്റെ പൊതുവഴിയിൽ നിന്ന് ഭൂമി പുറത്താക്കപ്പെടാൻ പോകുന്നു. സൗരമണ്ഡലം എന്ന് പറഞ്ഞാൽ നെപ്റ്റ്യൂണും പ്ലൂട്ടോയും ഒക്കെയുള്ള, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ഒക്കെ അടങ്ങുന്ന സൗരയൂഥ മണ്ഡലത്തിലെ ഒരംഗമാണ് ഭൂമിയെങ്കിൽ, ആ മനുഷ്യൻ്റെ സ്വാർത്ഥത കൊണ്ട് അവിടെ നിൽക്കക്കള്ളിയില്ലാതെ ഭൂമി ആ സൗരയൂഥ മണ്ഡലത്തിൽ നിന്ന് പുറത്താക്കപ്പെടും. ഏതുപോലെ വൃദ്ധരായ മാതാപിതാക്കളെ നമ്മളിപ്പം ഉണ്ടല്ലോ, നോക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വീട്ടിൽ ഒരു വലിയ ഒഴിവാക്കപ്പെടേണ്ട ഒന്നായി നമ്മൾ കാണുകയും വൃദ്ധസദനങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുകയോ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ എത്രയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത്തരം ഒരു വൃദ്ധമാതാവിനെ പോലെ ആ വൃദ്ധമാതാവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയല്ല, പുറത്താക്കപ്പെടുകയാണ്. എന്തൊക്കെ സങ്കടമാണ് അവർക്കുണ്ടത്. അതിനകത്ത് പറയുന്നത് എന്താ? സന്താനപാപത്തിൻ്റെ വിഴുപ്പും പേറി. സന്താനപാപം, ഇത്രയേറെ മക്കളെ പെറ്റുപെരി ഒരു പ്രയോജനം ഉണ്ടാകാത്ത ഒരു അമ്മയാണ് ഈ പോകുന്നത്. മക്കളെ നല്ലപോലെ നോക്കേണ്ട കാലത്ത് നോക്കുകയും അതിനുള്ള സമ്പത്തും സൗഭാഗ്യവും കരുതി വയ്ക്കുകയും ചെയ്ത അമ്മയുടെ മുതലുകൾ അവർ തന്നെ തട്ടിപ്പറിച്ചെടുത്തിട്ട് പിന്നീട് ഒന്നുമില്ലാതാകുന്ന വൃദ്ധയായ സ്ത്രീയെ പുറത്താക്കുന്നത് പോലെ, സൗരയൂഥ മണ്ഡലത്തിൽ ഭൂമി പുറത്താക്കപ്പെടുന്നത് പോലെ സന്താനപാപത്തിൻ്റെ വിഴുപ്പും പേറി മാനഭംഗത്തിൻ്റെ സങ്കടവും പേറി പോവുകയാണ്. അപമാനിക്കപ്പെട്ടിരിക്കുകയാണ്. സൗരയൂഥ മണ്ഡലത്തിൽ നിന്ന് ഭൂമി പുറത്താക്കപ്പെടുന്നത് എന്താണ്? ഇവിടെ വൃദ്ധയായ സ്ത്രീയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് പോലെ മാനഭംഗത്തിൻ്റെയും സന്താനപാപത്തിൻ്റെ വീഴ്പും പേറി ഇറങ്ങിപ്പോകുന്ന വൃദ്ധയായ സ്ത്രീയുടെ പിന്നാലെ അവരുടെ സിരകളിലൂടെ കരാള മൃത്യു കടന്നു വരും. അങ്ങനെ ഭൂമിക്ക് മരണമുണ്ടാകുമെന്ന് കവി കാണും. അതിനുപമാനമായിട്ട് പറഞ്ഞതാണ്, വൃദ്ധയായ സ്ത്രീയെ നമുക്ക് വേണ്ടാത്ത ഒരവസ്ഥയിൽ ഉപേക്ഷിച്ച് കളയുന്നത് പോലെ, കറവ പറ്റിയ പശുവിനെ ഇറച്ചിക്കാരന് വിൽക്കുന്നത് പോലെ സൗരയൂഥ മണ്ഡലത്തിൽ നിന്നും ഭൂമി പുറത്താകും. അതുപോലെ വൃദ്ധയായ സ്ത്രീയെ നമ്മൾ തള്ളിക്കളയുന്നത് പോലെ. എന്താ പോയിന്റുകൾ? മാനഭംഗത്തിൻ്റെയും സന്താനഭാവത്തിനെയും സങ്കടങ്ങളും തീറി പുറത്തു പോകുന്നത് വൃദ്ധയായ സ്ത്രീയെ പോലെ ഭൂമിക്ക് മരണമുണ്ടാവുമെന്ന് പറഞ്ഞാണ് ONV കവിത അവസാനിപ്പിക്കുന്നത്. ഇത്രയും 2 എപ്പിസോഡുകൾ ആവർത്തിച്ച് പഠിച്ചാൽ ധാരാളമാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതിനകത്തുനിന്ന് നിൽക്കുന്ന ചോദ്യങ്ങളെ നിങ്ങളെ കാത്തിരിക്കുള്ളൂ. ഏറിയാൽ ഇത് 2 എപ്പിസോഡ് കാണാൻ 5-10 മിനിറ്റ് 12 മിനിറ്റ് അങ്ങോട്ട് എടുക്കത്തുള്ളൂ. ആവർത്തിച്ച് കേൾക്കുക, പഠിക്കുക, നന്നായി എഴുതുക. ആരാണ്? അക്ഷര മലയാളം.